നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. വെള്ളിയാഴ്ച വരെ മഴ തുടരും. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. പ്രളയക്കെടുതി നേരിടാൻ പ്രത്യേക സന്നാഹം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മഴക്കെടുതി നേരിടുന്നതിൽ വീഴ്ച പറ്റിയെന്ന ആരോപണം തള്ളി മുഖ്യമന്ത്രി. വിവാദ ഹെലികോപ്റ്റർ യാത്രയിലും വിരുന്ന് സൽക്കാരത്തിലും വിശദീകരണം. സ്വകാര്യ ആവശ്യത്തിനല്ല ഹെലികോപ്റ്റർ യാത്ര നടത്തിയത് എന്നും ഗജനാവിന് ഒരു ബാധ്യതയും വരുത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി. കഴിഞ്ഞ പ്രളയകാലത്ത് മുൻ മുഖ്യമന്ത്രി നിരാഹാരമായിരുന്നോ എന്നും പരിഹാസം. എസ് ശ്രീജിത്തിന്റെ സ്ഥാനക്കയറ്റത്തിൽ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. ആരോപണം നേരിടുന്ന ആൾക്ക് സ്ഥാനക്കയറ്റം നൽകാൻ തിടുക്കമെന്തെന്ന് കോടതി. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളപ്പോൾ സ്ഥാനക്കയറ്റം ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്നും വിജിലൻസ് ക്ലിയറൻസ് വേണമെന്നും കോടതി. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിലെ ഒന്നാം പ്രതി കെ എ രതീഷ് പദവികൾ ഒഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഖാദി ബോർഡ് സെക്രട്ടറി സ്ഥാനവും റൂട്രോണിക്സ് MD സ്ഥാനവും ഉൾപ്പെടെ രാജിവെച്ചു. നടപടി ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെ. പ്രതിസന്ധികളെ നിയമപരമായി നേരിടുമെന്ന് കെ എ രതീഷ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM പ്രവർത്തകർക്ക് ജാമ്യം. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് കർശന വ്യവസ്ഥകളോടെ. പ്രതികളുടേത് ഗൗരവമുള്ള കുറ്റമാണെങ്കിലും വധശ്രമക്കുറ്റം നിലനിൽക്കില്ലെന്ന് കോടതി നിരീക്ഷണം. ശബരിമലയിലെ നെയ് വിതരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിവാദങ്ങളിൽ വിശദീകരണവുമായി മിൽമ ചെയർമാൻ KS മണി. ശബരിമലയിൽ നൽകിയ നെയ്യ് ഉൽപ്പന്നങ്ങളിൽ യാതൊരുവിധ കൃത്രിമവും നടത്തിയിട്ടില്ല. ഇപ്പോൾ നടക്കുന്ന അന്വേഷണവുമായി സഹകരിക്കും. വിവാദം ബ്രാൻഡിന് വലിയ ദോഷമുണ്ടാക്കിയെന്നും KS മണി. വൈദ്യുതി പ്രതിസന്ധി പരിഹരിച്ചിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇടുക്കി ഡാമിൽ സംഭരണശേഷിയുടെ 40% വെള്ളമാണുള്ളത്. കഴിഞ്ഞ തവണ ഇത് 73%. നിലവിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിക്കേണ്ട അവസ്ഥയാണ്. കാലവർഷക്കെടുതിയിൽ പത്തനംതിട്ടയിലും കണ്ണൂരിലും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും മന്ത്രി. പ്രതിഷേധം ശക്തമാക്കി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന LPST റാങ്ക് ഹോൾഡേഴ്സ്. സെക്രട്ടേറിയറ്റ് വളഞ്ഞ് മനുഷ്യച്ചങ്ങല തീർത്തായിരുന്നു സമരം. LPST PSC വിദ്യാർത്ഥികളും വിവിധ യുവജന സംഘടനകളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. വിഷയം പഠിക്കാൻ സമയം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. CJP സമരത്തിലെ പോലീസ് നടപടി, അയോധ്യ സംഭാവന ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വെച്ചതോടെ ലോക്സഭയും രാജ്യസഭയും തടസ്സപ്പെട്ടു. പാർലമെന്റ് തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിന്റെ നിലപാടിനെ സ്പീക്കർ ഓം ബിർള വിമർശിച്ചു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.